Hi all, welcome to BK808 Cricket Fever. ഹിറ്റ്മാൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് രോഹിത് ശർമ്മ. ഹിറ്റ്മാന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം. പ്രായത്തെ പോലും വല്ലുന്ന മികവാണ് ഹിറ്റ്മാൻ്റേത്. പ്രായം കൂടുന്തോറും തൻ്റെ ഹിറ്റിംഗ് പവറും കൂടുന്നേ ഉള്ളൂ എന്ന് രോഹിത് ശർമ്മ ഓരോ ഇന്നിങ്സും തെളിയിക്കുകയാണ്. കഴിഞ്ഞ ഇന്ത്യയുടെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഏകദിനം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. മറ്റുള്ള ഇന്ത്യൻ താരങ്ങൾ അതിൻ്റെ പകുതി പോലും എത്തുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമെന്ന് പറയേണ്ടത്. രോഹിത് ശർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 37 വയസ്സായി രോഹിത് ശർമ്മയ്ക്ക്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്, എന്നാൽ ഇടയ്ക്കൊക്കെ ബൗളും ചെയ്യാറുണ്ട്. ലാസ്റ്റ് 2020 വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടപ്പോഴും രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. തൻ്റെ ബാറ്റിങ്ങിന് എപ്പോഴും ഒരു മികച്ച ഫോമിൽ തന്നെയാണ് രോഹിത്. ഇടയ്ക്കൊക്കെ എല്ലാവരും ഔട്ടാകുന്നത് പോലെ ഔട്ടാകാറുണ്ടെങ്കിൽ പോലും ഒരു ഹിറ്റിംഗ് ശൈലി തന്നെയാണ് രോഹിത് ശർമ്മയെ ഹിറ്റ്മാൻ എന്നൊരു വിളിപ്പേര് നൽകിയതെന്ന് പറയാൻ സാധിക്കും. കഴിഞ്ഞ 2020 വേൾഡ് കപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 8 മാച്ചസാണ് കളിച്ചത്. അതിൽ നിന്നും 257 റൺസാണ് രോഹിത് ശർമ്മ നേടിയത്. അതിൽ ആവറേജ് നോക്കുമ്പോൾ 32.13 ആയിരുന്നു. സ്ട്രൈക്ക് റേറ്റ് 156.71 ആയിരുന്നു. 52, 13, 3, 8, 23, 92, 57, 9 എന്നിങ്ങനെയായിരുന്നു രോഹിത് ശർമ്മയുടെ സ്കോറുകൾ. അതുപോലെ പറയാനുള്ളൊരു കാര്യം ഇപ്പോഴത്തെ ഏകദിന മത്സരം തന്നെയാണ്. ഇപ്പോഴത്തെ ഏകദിന മത്സരത്തിൽ 2 ഇന്നിങ്സാണ് ഇതുവരെ കളിച്ചത്. അതിൽ 122 റൺസ് നേടി. ആവറേജ് എന്ന് പറയുന്നത് 61 ആണ്. സ്ട്രൈക്ക് റേറ്റ് 134.07. ആദ്യത്തെ മാച്ചിൽ 47 പന്തിൽ നിന്ന് 58 റൺസ് നേടിയപ്പോൾ രണ്ടാമത്തെ കളിയിൽ 44 പന്തിൽ നിന്ന് 64 റൺസാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയത്. എന്നാൽ മറ്റുള്ള താരങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മാച്ചിൽ ആകെക്കൂടെ കുറച്ചെങ്കിലും റൺസ് നേടിയത് വിരാട് കോഹ്ലി 32 പന്തിൽ നിന്നാണ് 24 റൺസും, രാഹുൽ 43 പന്തിൽ നിന്ന് 31 റൺസും, അക്സർ പട്ടേൽ 57 പന്തിൽ നിന്ന് 33, അതുപോലെ ദുബെ 24 പന്തിൽ നിന്ന് 25 റൺസുമാണ് നേടിയത്. രണ്ടാമത്തെ മാച്ചിലും അതിനെക്കാട്ടിയും ദുർബലമായിരുന്നു ഇന്ത്യൻ ടീം. 44 പന്തിൽ നിന്ന് 35 റൺസ് നേടിയ ഗില്ലും 44 പന്തിൽ നിന്ന് 44 റൺസ് നേടിയ അക്സർ പട്ടേൽ മാത്രമാണ് പിന്നെ ഇന്ത്യൻ ടീമിൽ കുറച്ചെങ്കിലും ഒന്ന് ശ്രീലങ്കൻ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിന്നത്. അങ്ങനെ നോക്കുമ്പോൾ രോഹിത് തന്നെയാണ്. രോഹിത് ഇല്ലായിരുന്നെങ്കിൽ വൺ ഡേയുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രോഹിത് ശർമ്മയുടെ ടോട്ടൽ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഏകദിനത്തിൽ 264 മത്സരങ്ങളാണ് ഇതുവരെ രോഹിത് ശർമ്മ കളിച്ചിട്ടുള്ളത്. അതിൽ 36 നോട്ട് ഔട്ടായിരുന്നു. 10,831 റൺസാണ് രോഹിത്തിൻ്റെ സ്കോർ. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 264 ആണ്. ആവറേജ് 49.23, സ്ട്രൈക്ക് റേറ്റ് 92.29 31 പ്രാവശ്യം സെഞ്ചുറിയും 57 പ്രാവശ്യം അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. 1006 ഫോറുകളും 330 സിക്സുകളുമാണ് രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് പിറന്നത്. ബൗളിംഗ് കരിയർ 40 ഇന്നിങ്സാണ് 264 മാച്ചിൽ രോഹിത് ശർമ്മ ബൗൾ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 9 വിക്കറ്റുകൾ നേടുകയും 533 റൺസാണ് നൽകിയത്. എക്കോണമി 5.24 ആണ്. കഴിഞ്ഞ മത്സരത്തിലും രോഹിത് ശർമ്മ ബൗൾ ചെയ്തിരുന്നു, 2 ഓവർ ചെയ്തിരുന്നു, 11 റൺസാണ് നൽകിയത്. എന്നാൽ വിക്കറ്റൊന്നും നേടിയിരുന്നില്ല. സോ രോഹിത് ശർമ്മ ഒരു ഫയർ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ ക്യാപ്റ്റൻസിയിലും ഒരു മികച്ച ഒരു ക്യാപ്റ്റൻ തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ച രോഹിത് ശർമ്മ എന്ന ഹിറ്റ്മാൻ. So stay tuned with us for more videos. Thank you.